അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച കുറച്ച് ബേബി പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് ഉള്ളതെന്ന്. എനിക്ക് അറിയത്തില്ല ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന്, ഞാൻ നോക്കിയിട്ടുമില്ല. മിന്നുവിനെ അറിയത്തുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കാം എന്തൊക്കെയുണ്ട് സാധനങ്ങളെന്ന്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രോഡക്റ്റ് ഓപ്പൺ ആക്കാൻ പോകുന്നത് നമ്മുടെ വാവച്ചിയാണ്. അപ്പോൾ ഞാൻ ബോക്സ് ചെറുതായിട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവളെ കൊടുക്കാം. അവൾക്ക് ഓപ്പൺ ആക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇനി തുറന്നു നോക്കാം എന്തൊക്കെയാണ് ഉള്ളത് നോക്ക്. ബോക്സ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിനകത്തുള്ള ബേബി ഹെൽമെറ്റ് ആണ്. അത് പുറത്തോട്ട്. അപ്പോൾ ഇതൊരു ബേബി സേഫ്റ്റി ഹെൽമെറ്റാണ്. ഇപ്പം നമ്മൾ കുഞ്ഞ് മുട്ടയെ നീന്താനും അതുപോലെ ചെറുതായിട്ട് വെച്ച് നടക്കാനൊക്കെ തുടങ്ങുമ്പം അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് തലയിൽ വെച്ച് കൊടുക്കാൻ വേണ്ടി മേടിച്ചാൽ. പിന്നെ നമ്മളവിടെ വീട്ടിൽ ഫുള്ള് സ്റ്റെപ്സൊക്കെയാണ്. നമ്മൾ എന്തെങ്കിലും ഒരു ചെറുതായിട്ടൊരു അശ്രദ്ധ വന്നാലും ഒന്നും പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഹെൽമെറ്റ്. ഇപ്പോൾ താഴെ വീണുവാണെങ്കിലും തല നല്ല സേഫായിട്ട് ഇരുന്നോളും. അതിനു വേണ്ടി മേടിച്ചാൽ. ഇങ്ങനെ വെച്ചോ, തിരിച്ച് അങ്ങനെയല്ല, തിരിച്ച് അങ്ങനെ. നമ്മളിങ്ങനെയാണ് ഹെൽമെറ്റ് വെച്ചാൽ ഉണ്ടാവുക. ഫുള്ള് സേഫായിട്ട് നമ്മുടെ ഫ്രണ്ടും അതുപോലെ സൈഡൊക്കെ സേഫായിട്ട് ഇരുന്നോളും. വീഴുവാണെങ്കിൽ തന്നെ കുഴപ്പമൊന്നും ഇല്ലാണ്ട്. അതുപോലെ ഫിക്സ് ചെയ്ത് വെക്കാനായിട്ട് നമുക്കിവിടെ അല്ലാതെ ഒരു ബെൽറ്റ് ഉണ്ട്. അപ്പോൾ അടുത്ത നമ്മൾ ഓപ്പൺ ആക്കാൻ പോകണേ. പിടിച്ചേ. എന്തോ സാധനം, ബേബി മൂന്ന്. അപ്പോൾ നമ്മൾ ഇത് ഓപ്പൺ ആക്കി, ഇത് മുട്ടയിലിടുന്നതാണ് അല്ലേ? മുട്ടയിൽ നീന്തുമ്പോഴൊക്കെ കാലയിൽ അവിടെ കാർപ്പറ്റ് ആയതുകൊണ്ട് കാലിൽ ഇതാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുട്ടയിൽ നീന്തുമ്പോൾ ഇടാൻ പറ്റുന്ന സൈസ് ഇതെൻ്റെ നാത്തൂനാണ് ആഷ്ലി. അപ്പോൾ ആഷ്ലിയാണ് ഇപ്പം വാവച്ചിൻ്റെ മാത്രം അമ്മയും കൂടിയാ. അപ്പോൾ കാലിലാണ് ഈ പാഡൊന്ന് ഇട്ട് നോക്കാൻ പോവാ. ഇപ്പോൾ ടൈറ്റുണ്ടോ? ഇല്ലല്ലോ. അപ്പം ഇങ്ങനെ മുട്ടയെ നമ്മൾ ഇഴയൊക്കെ ചെയ്യുമ്പോഴേ കുഴപ്പമൊന്നും ഇല്ലാണ്ട് സേഫായിട്ട് ഇരുന്നോളും. അപ്പം അതിന് വേണ്ടിയിട്ട് ഇത് മേടിച്ച്. ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ എൽബോയിലും ഇടാൻ പറ്റും. ഇത് തന്നെ വേണമെങ്കിൽ നമുക്ക് എൽബോയിലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ അടുത്ത പ്രൊഡക്റ്റ് ഓപ്പൺ ആക്കാൻ പോവാ. പിന്നെ ഇത് തുറന്നു തരാം. ഇത് ബേബി പ്രോഡക്റ്റ് അല്ലായിരുന്നു കേട്ടോ, അതിൻ്റെ ഇടയിൽ പെട്ടുപോയത്. ഞാനൊരു കിച്ചൺ ഐറ്റം മേടിച്ചതായിരുന്നു. നമ്മളത് ഇങ്ങനെ ഗ്രാമ്പൂസും അങ്ങനത്തെ എല്ലാം ഇട്ട് വെക്കാൻ പറ്റുന്ന ബോക്സ് ആയിട്ടുള്ളത്. അപ്പം നമ്മൾ അടുത്ത ബോക്സ് ഓപ്പൺ ചെയ്യാൻ പോവാ. ഇത് അവൾക്ക് മേടിച്ച പോട്ടിയാ. ഇതെങ്ങനെ വെക്കണം? ഇത് അവൾക്ക് വേണ്ടി മേടിച്ച പോട്ടിയാ കേട്ടോ. അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മേടിച്ചതാ. ഇതെല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ടൈപ്പാണ്. നമുക്കിപ്പോൾ അവിടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മേടിച്ചതാ. ഇതുപോലെ നമുക്ക് മൂടി വെച്ച് അടച്ചും വെക്കാം. ഇപ്പോൾ കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ എടുത്തു കൊണ്ടുപോയി കളയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേടിച്ച പോട്ടി ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി മേടിച്ചതാ ഈ ഒരു പോട്ടി. അടുത്ത പ്രോഡക്റ്റ് ഒരു പ്ലേ മാറ്റാ. ഇത് വലിയ സൈസാട്ടോ. ഈ ടേബിളിൻ്റെ അത്രയും വലിപ്പം വരും. ഇതിപ്പോൾ ഇങ്ങോട്ട് വേണ്ടി വരുമല്ലോ. അപ്പം ഇത് നമുക്ക് മറിച്ചും തിരിച്ചും എങ്ങനെ വേണമെങ്കിലും രണ്ട് ഡബിൾ സൈഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു പ്ലാസ്റ്റിക് സ്പോഞ്ച് ടൈപ്പ് മെറ്റീരിയലാണ്. അപ്പോൾ പിള്ളേർക്ക് യൂസ് ചെയ്യാൻ കളിക്കുമ്പോൾ ഒക്കെ ഇടാൻ പറ്റിയ പ്ലേ മാറ്റ് നല്ല മെറ്റീരിയലാണ്. ഇത് നല്ല കട്ടിയുണ്ട്, ഒന്നും പറ്റത്തില്ലാത്ത ടൈപ്പ്. നമ്മൾ കുറച്ച് സാധനം മാത്രമേ പരിചയപ്പെടുത്തിയുള്ളൂ. ബാക്കി നമ്മൾ കുറേ ഓർഡർ ചെയ്തിട്ടുണ്ട്, എല്ലാം പെട്ടിക്കാത്തുണ്ട്. അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കി പരിചയപ്പെടുത്താം. മാത്രമല്ല ഇതിനിപ്പോൾ നമ്മൾ ഇവിടുന്ന് മേടിച്ചതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ പൈസ കുറവാണ്. നമ്മളിപ്പോൾ അവിടെ പോയി മേടിക്കാൻ ഇതിനൊക്കെ നല്ല പൈസ കൊടുക്കേണ്ടിയിരിക്കും. ഇവിടെ എത്ര ഇതിന് 300 സംതിങ് രൂപയുള്ളൂ. അതായത് അവിടുത്തെ 3 പൗണ്ടേ ഉള്ളൂ. നമുക്കിത് അവിടെ മേടിക്കണമെങ്കിൽ മിനിമം ഒരു 20 പൗണ്ട് അല്ലെങ്കിൽ ഒരു 50 പൗണ്ടെങ്കിലും നമ്മൾ കൊടുക്കേണ്ടി വരും. ഇപ്പം ബൂട്ട്സിനൊക്കെ മേടിക്കുവാണെങ്കിൽ. മാത്രമല്ല പല ബേബി പ്രൊഡക്ട്സ് അവിടെ കിട്ടുന്ന കടകൾ നമ്മുടെ അടുത്ത് ഷോപ്സ് കുറവാണ്. നല്ല പൈസ മുടക്കി നമ്മൾ വേറെ സ്ഥലത്ത് പോയി മേടിക്കും. നമ്മൾ മേടിക്കുന്ന അധികം ബൂട്ട്സിൽ നിന്നാണ് മേടിക്കുന്നത്. അവിടെ മിനിമം ഒരു ചെറിയ ഒരു സാധനത്തിന് തന്നെ 20 പൗണ്ട് 30 പൗണ്ട് ഉണ്ട്. അപ്പം നമ്മൾ ഇവിടുന്ന് മാക്സിമം മേടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി പൈസ, മൊത്തം ഇത്ര സാധനം മേടിച്ചിട്ട് നമുക്ക് ആകെ 2500 രൂപ ആയിട്ടുള്ളൂ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആണ്. നമ്മൾ വാങ്ങിച്ച പ്രോഡക്റ്റ്സ് ജസ്റ്റ് നിങ്ങളത് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ബാക്കിയുള്ള ഇനിയും കുറച്ച് ഐറ്റംസ് ഉണ്ട്. അതിൻ്റെയൊക്കെ നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മൾ പെട്ടി അൺപാക്ക് ചെയ്യുമ്പോൾ ആ വീഡിയോയിൽ ബാക്കി പ്രോഡക്റ്റ്സ് പരിചയപ്പെടും. അപ്പോൾ നമ്മൾ ഈ മേടിച്ച ഐറ്റംസിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ മേടിക്കാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ്. നമ്മൾ റേറ്റിംഗ് നോക്കി മേടിച്ചതാണ്. നല്ല പ്രൊഡക്റ്റ്സ് എല്ലാം.